ഈ കഴിഞ്ഞയാഴ്ച നമ്മുടെ അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പ് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായെ കണ്ടപ്പോൾ നമ്മുടെ അഭിവന്യ പിതാവുമൊക്കെ ആ സംഘത്തിലുണ്ടായിരുന്നു. പരിശുദ്ധ പിതാവ് അവർക്ക് നൽകിയ സന്ദേശം നമ്മളെല്ലാവരും തന്നെ ശ്രവിച്ചതാണ്. ഒരു ഫ്രാൻസിസ് ശൈലിയിൽ തന്നെ ഫ്രാൻസിസ് പാപ്പ പറയുകയുണ്ടായി, ഐക്യം എന്നത് ഭവ്യമായ ഒരു ഉപദേശമല്ല, അതൊരു കടമയാണ്. അതൊരു പയസ് എക്സോട്ടേഷൻ അല്ല, ബട്ട് ഇറ്റ് ഈസ് എൻ ഒബ്ലിഗേഷൻ. ഐക്യം സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അത് വെറുതെ ഭംഗി വാക്കല്ല. വളരെ അർത്ഥപൂർണമായ ഒരു സന്ദേശമായിരുന്നു വന്യപിതാവ് സീറോ മലബാർ സഭയ്ക്ക് പൊതുവായിട്ട് നൽകിയത്. നമ്മളെ നയിക്കേണ്ട തത്വം, ഏത് കാര്യത്തിലും നമ്മളെ നയിക്കേണ്ട തത്വം കൂട്ടായ്മയാണെന്നുകൂടി ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുന്നതും നമ്മുടെ അതിരൂപത സമൂഹത്തെ ഓർക്കുന്നതും നമ്മളെയൊക്കെ മറന്നിട്ട് നമ്മുടെ അതിരൂപത കുടുംബത്തെ കൂടുതലായിട്ട് ഓർക്കുന്നതുമെല്ലാം ഈ ഐക്യബോധത്തെ വളർത്തുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്കറിയാം. കൂട്ടായ്മയില്ലെങ്കിൽ സഭയില്ല. സഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു നിർവചനം സഭയൊരു കൂട്ടായ്മയാണ്. ദൈവത്തോടും മറ്റുള്ളവരോടും എല്ലാവരോടുമുള്ള ഒരു കൂട്ടായ്മയാണിത്. കൂട്ടായ്മയെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സഭയുടെ പ്രവർത്തനങ്ങൾ അത് കേവലം അനുഷ്ഠാനങ്ങൾ മാത്രമായിട്ട് മാറുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഓരോ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും പരിശുദ്ധ പിതാവിൻ്റെയും മെത്രാൻ്റെയും രൂപതാ മെത്രാൻ്റെയും എല്ലാം പേര് പറയുന്നത് അവരോട് നമുക്ക് പ്രത്യേകമായ വ്യക്തിപരമായ താല്പര്യം ഉണ്ടായിട്ടല്ല, മറിച്ച് അത് അവരോടുള്ള സാർവത്രിക സഭയോടും അതുപോലെ പ്രാദേശിക സഭയോടുമൊക്കെയുള്ള കൂട്ടായ്മയുടെ പ്രഖ്യാപനമാണ്. ഈ കൂട്ടായ്മ ഇല്ലെങ്കിൽ സഭയുടെ ശുശ്രൂഷകൾക്കൊന്നും തന്നെ അർത്ഥമില്ല. അതെല്ലാം കേവലം സാമൂഹികമായ കുറച്ച് ആചാരങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെയായി മാറുന്നു എന്നും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ത്യാഗമെടുത്താണെങ്കിലും ഈ ഐക്യം വർദ്ധിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പ്രത്യേകമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നമ്മുടെ കൂട്ടായ്മകളെ എല്ലാം ഭിന്നിപ്പിക്കാനും രാഷ്ട്രീയമായ സാമുദായികമായ മുതലെടുപ്പുകൾ നടത്താനും ഒക്കെ പരിശ്രമിക്കുകയും നമ്മളെ ഛിന്ന ഭിന്നമാക്കാനായിട്ട് പരിശ്രമിക്കുന്ന ശക്തികൾ വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഐക്യം ഒരു കടമയാണ് എന്ന ബോധ്യത്തോടെ ഐക്യം വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഈ ഐക്യം നമുക്ക് ആഘോഷിക്കാം. നമ്മുടെ അതിരൂപതയാകുന്ന വലിയ കുടുംബത്തെക്കുറിച്ച് ഓർക്കാം. അതിരൂപതയുടെ എല്ലാ ശുശ്രൂഷകളും വിജയിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.